നമസ്കാരം, ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം. വീഡിയോകൾ ഇടാനൊരു സമയം കിട്ടാത്തതിൽ ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. ക്ലാസ്സുകളുടെ തിരക്കുകളാണ്, എന്നും പറയുന്ന പോലെ തന്നെ ക്ലാസ്സുകളുടെ തിരക്കുകൾ തന്നെയാണ് വീഡിയോ ഇടാൻ സമയം കിട്ടാത്തത്. ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇടാത്തത് കൊണ്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്താം എന്ന് വിചാരിച്ചു. ഒരുപാട് ആൾക്കാർ വശ്യത്തിന് സ്ത്രീയും പുരുഷനും ഒക്കെ വരാറുണ്ട്. പ്രത്യേകിച്ച് വിവാഹം കഴിച്ചവർ, അല്ലെങ്കിൽ കല്യാണം ഫിക്സ് ചെയ്തവർ, മാറിപ്പോയവർ, വിവാഹം കഴിച്ച് 2-3 വർഷമായി കുട്ടിയൊക്കെ ആയതിനു ശേഷം ഡിവോഴ്സായി പോകുന്നവർ, അതിനകത്ത് പ്രത്യേകിച്ച് കാരണമില്ലാതെ പെട്ടെന്ന് തന്നെ അത് ഡിവോഴ്സിലേക്ക് പോകുന്ന രീതിയിലൊക്കെ ആൾക്കാർ പറയാറുണ്ട്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും പറയുന്നില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം, ഞാൻ ഇത്രയും കാലത്തെ ഒരു കൺസൾട്ടിങ്ങിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം, എനിക്ക് ഒരു തവണ ഒരാൾ വന്നു, ഭാര്യ പിണങ്ങിപ്പോയി. പ്രശ്നം, ഇയാൾക്ക് നേരത്തെ ഒരു അഫെയറൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള അഫെയറും വിവാഹം കഴിക്കാനൊക്കെ ഇരുന്നിട്ട് അത് നടക്കാതെ പോവുകയും എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അത് അങ്ങനെയുള്ള കുറച്ച് ജീവിതമായിരുന്നു അയാൾക്ക്. പിന്നീട് വിവാഹം കഴിച്ചപ്പോൾ അയാൾ നന്നായി ജീവിച്ചു. പക്ഷേ അത് ഭാര്യയോട് പറയാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഭാര്യയ്ക്ക് ഭയങ്കര സ്നേഹമാണ്, വിവാഹം കഴിച്ച് നല്ല സ്നേഹമുള്ള കുട്ടിയാണ്, ആ കുട്ടിക്ക് വേറെ മറ്റ് ഒന്നുമില്ല, ആ കുട്ടിയുടെ കുട്ടിക്കാലത്തെ പ്രേമം എന്നിട്ടുള്ള കാര്യങ്ങൾ ഇയാളോട് പറയുകയും ചെയ്തു. അപ്പോൾ ഇയാൾക്ക് ഈ ഒരു പ്രശ്നം പറയാണമെന്നുണ്ട്, പറയണ്ടെന്നുണ്ട്. അങ്ങനെ ഇയാൾ മനസ്സിലിട്ടുകൊണ്ട് നടന്നു. പറഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ഇതിന് ശേഷം ഒരു ദിവസം ഇയാളുടെ ഫോൺ, ഇയാൾ വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യുന്നില്ല, ഫോണിനിങ്ങനെ മേശപ്പുറത്ത് കിടന്നു. അപ്പോൾ ഒരു കോള് വന്നപ്പോൾ ആ കോൾ എടുത്തു. ഒരു പെൺകുട്ടിയാണ് സംസാരിച്ചത്. ഇന്നാളില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, കുളിക്കുകയാണെന്ന് പറഞ്ഞു, വരും എന്ന് പറഞ്ഞു. ചുമ്മാ ആ പെൺകുട്ടി എടുത്ത് ഇതിൻ്റെ ചാറ്റ് ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ പഴയ ചാറ്റുകളൊക്കെ ഉണ്ട്. അതുവരെ ആ പെൺകുട്ടി ഫോൺ പരിശോധിച്ചിട്ടില്ല. ഇയാൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുമില്ല. ഈ ചാറ്റ് ഹിസ്റ്ററി കണ്ടപ്പോൾ ഇത് ഭയങ്കര പ്രശ്നമായി. ഇയാൾ ഇത്രയും കാലം 2-3 വർഷം കൂടെ ജീവിച്ചിട്ട് ഇത് പറയാതെ ഹൈഡ് ചെയ്ത് വെച്ചു എന്നൊരു ചിന്ത ആ പെൺകുട്ടിക്ക് വന്നിട്ട്, പിന്നീട് അയാൾ സത്യം പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥ. എന്ത് പറഞ്ഞാലും ഒരു കോള് വന്നാൽ, ഒരു പെൺകുട്ടിയുടെ കോള് വന്നാൽ, പെണ്ണിൻ്റെ പേരുള്ള, ചിലപ്പോൾ പുരുഷന്മാർക്ക് ശ്യാം എന്ന പേര് ശ്യാമ എന്ന് ചിലപ്പം ടൈപ്പ് ചെയ്തിട്ടെങ്കിൽ അങ്ങനെ വന്നാൽ, ഇതെല്ലാം സംശയമായി, പ്രശ്നമായി, ഡിവോഴ്സിലേക്ക് എത്തി. അയാൾക്ക് ആ പെൺകുട്ടിയെ തിരിച്ചു വേണം എന്ന് പറഞ്ഞാണ് വന്നത്. അവിടെ അതിൻ്റെ മനസ്സിലേക്ക് സംശയമാണ്. കാരണം ഓൾറെഡി നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചു എന്നൊരു ചിന്ത സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്കോ ആർക്കെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ, പിന്നീട് അവരെല്ലാം നമ്മൾ എത്ര സത്യസന്ധമായിട്ട്, നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാലും, ഹൃദയം തുറന്നു കാണിച്ചാലും അവർ വിശ്വസിക്കണമെന്നില്ല. കാരണം ആ ഒരു ആദ്യം പറഞ്ഞ ഹൈഡ് ചെയ്ത് വെച്ച കള്ള അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. തുറന്ന് പറയാൻ പറ്റുന്നതാണെങ്കിൽ തുറന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് ജീവിച്ചാൽ പിന്നീട് നിങ്ങൾ കള്ളം പറയില്ല എന്നവർക്കൊരു വിശ്വാസം വരും. ആ വിശ്വാസമാണ് ജീവിതത്തിന്റെ അടിത്തറ, കുടുംബത്തിന്റെ അടിത്തറ. എന്നാൽ ഇതിനൊരു സൈഡ് എഫക്റ്റ് കൂടെ ഉണ്ട്, അതോടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. വേറൊരാള്, ഒരു പയ്യൻ എന്നെ വിളിച്ചു, കാമുകിയാണ്, 7 വർഷമായിട്ട് പ്രണയിക്കുകയാണ്. വീട്ടുകാർ വിവാഹത്തിനൊക്കെ സമ്മതിച്ചു. ഈ പെൺകുട്ടി അച്ഛനില്ലാത്ത, അമ്മയില്ലാത്ത, അങ്ങനെ എന്തോ ഒരു അവസ്ഥയാണ്, പാവം പിടിച്ച വീട്ടിലെയാണ്. അപ്പൊ ഇതിന് പഠനകാലത്തെ ഒരു ദുരനുഭവം ഉണ്ടായിരുന്നു. ഒരു സെക്ഷൽ അബ്യൂസ്മെന്റോ അതേപോലെയുള്ള എന്തോ, കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, എങ്കിലും അങ്ങനെ എന്തോ ഒരു നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത അങ്ങനെ എന്തോ ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവര് സ്നേഹിച്ച സമയത്ത് രണ്ടുപേരും പരസ്പരം അവരുടെ കഥകളൊക്കെ പറഞ്ഞു. ഇയാളുടെ പഴയ കാമുകിമാരുടെ കഥകളും ഒക്കെ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരു സംഭവമുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവമുണ്ട്, അതെനിക്ക് മാനസികമായിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് എനിക്ക് തുറന്ന് പറയണമെന്ന് വിചാരിക്കുന്നു. പിന്നീട് എപ്പോഴെങ്കിലും, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കേസുമാണ്, പിന്നീട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു. പയ്യൻ പറഞ്ഞു, എനിക്കറിയാം നിന്നെ, ഇത് പറഞ്ഞത് നന്നായി, വേറൊരാൾ മുഖാന്തരം അറിഞ്ഞതായിരുന്നെങ്കിൽ എനിക്കിത് വലിയ ഷോക്കായി പോയി, ഞാൻ പ്രശ്നമായി പോയി പറഞ്ഞ് സോൾവായി. വീണ്ടും അവർ സ്നേഹിച്ചു. 2-3 വർഷം കൂടെ സ്നേഹിച്ചു കഴിഞ്ഞ് വിവാഹം ഉറപ്പിച്ച സമയത്ത് എന്തോ ഒരു ചെറിയ പ്രശ്നത്തിൽ അവർ തമ്മിൽ വഴക്കായി. ഈ വഴക്കായ സമയത്ത് ഈ പയ്യൻ എന്തോ പറഞ്ഞു, നീ പണ്ട് അത് ചെയ്തതല്ലേ, ചുമ്മാതല്ല, അങ്ങനെ എന്തോ ഒരു വാക്ക്, ഹാർഷായിട്ടുള്ള വാക്ക് പറഞ്ഞു. കറക്റ്റ് അങ്ങനല്ല, അതേപോലെ രീതിയിലുള്ള എന്തോ ഒരു വാക്ക് പറഞ്ഞു.
അത് പെൺകുട്ടിക്ക് ഭയങ്കര ഷോക്കായി. ആ ഈ പെൺകുട്ടി മനഃപൂർവ്വം ഒരാളുടെ സ്നേഹിക്കാനോ പ്രേമിക്കാനോ പോയിട്ടില്ല, ഒരാളുടെ അടുത്തും വേറെ മറ്റ് രീതിയിലുള്ള ബന്ധങ്ങൾക്ക് പോയിട്ടില്ല. ഇതൊരു ചൈൽഡ്ഹുഡിൽ അതിനുണ്ടായ ദുരനുഭവം എന്താണെന്ന് എനിക്കറിയില്ലെങ്കിലും ഒരു ദുരനുഭവമാണ്. അത് പറഞ്ഞു. ഇത് ഭയങ്കര പ്രശ്നമായി. പെൺകുട്ടിക്ക് മാനസികമായി ഷോക്കായി, ഭയങ്കര പ്രശ്നമായി. ഈ പയ്യൻ ഇനി ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയി. ആ പയ്യൻ കരഞ്ഞു വിളിച്ച് എൻ്റെ അടുത്ത് വന്നു, എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. വേറൊരാൾ വിളിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ചാറ്റ് കണ്ടു. ആ പെൺകുട്ടി, അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ പെൺകുട്ടി ജെന്യുവിനാണ്. ആ പെൺകുട്ടി വേറെ നെഗറ്റീവ്സ് ഒന്നുമില്ല. ആ ഭാര്യയുടെ അടുത്തേക്ക് നമ്മൾ എങ്ങനെയാണ് കർമ്മം ചെയ്താക്കുക? ഇയാൾ നെഗറ്റീവ് കാര്യം ചെയ്തു പോയത് നേരത്തെ ചെയ്തത് ശരിയായിരിക്കാം, ഇത് തുറന്ന് പറഞ്ഞില്ല. ഒരു 10 വർഷം മുന്നേ ചെയ്തതാണെങ്കിലും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ 11ാമത്തെ വർഷം അവർ എന്തെങ്കിലും പുകലും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവർ മനസ്സിൽ പ്രശ്നമുണ്ടാവും. നല്ല സ്ത്രീകൾ അല്ലെങ്കിൽ നല്ല പുരുഷന്മാർ, നല്ല ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവർക്ക് അത് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ പാർട്ട്ണറോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുക. നിങ്ങളുടെ ബെഡ്റൂമിൽ തീരേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. തുറന്ന് പറയാൻ പറ്റുന്ന എല്ലാ രഹസ്യങ്ങളും തുറന്ന് പറയുക, ഓപ്പൺ ആയിരിക്കുക. അപ്പോൾ ഒരുമാതിരി ദാമ്പത്യ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കുറവ് വരും. ഈ വശ്യകർമ്മങ്ങൾക്ക് വരുന്നവരൊക്കെ മിക്കതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവരെന്തെങ്കിലും പറയും, ഇവന്റെ മനസ്സിൽ അത് കയറിയിരിക്കും. എന്നാൽ ഇവൻ പറയാതെ വെക്കും, എപ്പോഴെങ്കിലും പെൺകുട്ടി കണ്ടുപിടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞ് വഴക്കാകും. കുടുംബം ഇമ്പമുള്ളതാണ്. കുടുംബം ഇമ്പമില്ലെങ്കിൽ അത് ഭൂകമ്പമാകും. മറ്റേ കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞതുപോലെ നല്ല ബന്ധങ്ങൾ ഉണ്ടാവട്ടെ, നന്മകൾ ഉണ്ടാവട്ടെ. പരസ്പരം അങ്ങോട്ടും ഓപ്പൺ ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ മാറും. ഒരുവിധ പ്രശ്നങ്ങൾ, ഈ വശ്യത്തിന് കാശും മുടക്കി ഈ ജ്യോതിഷന്മാരെ മാന്ത്രികം ഇത് നടക്കും, അതുമില്ല. എല്ലാ വശ്യകർമ്മങ്ങളും നടക്കത്തില്ല. പൈസ കൊടുക്കാതെ ഒരാൾ കർമ്മം ചെയ്യത്തുമില്ല. കർമ്മം നടന്നില്ല എന്ന് പറഞ്ഞാൽ ജ്യോതിഷന്റെ കുറ്റമാണ്, ആയിരിക്കില്ല. കാരണം പ്രകൃതി നിയമങ്ങൾക്കെതിരായിട്ട് ചെയ്യുമ്പോൾ എല്ലാ കർമ്മങ്ങളും നടക്കണമെന്നൊന്നുമില്ല. നടന്നാൽ നിങ്ങളുടെ ഭാഗ്യം എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് വശ്യകർമ്മങ്ങൾക്ക് പുറകെ പോകാതെ നിങ്ങൾ ഓപ്പൺ ആയിരിക്കുക, എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക. ഇനി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് കാല വീണ മാപ്പ് പറഞ്ഞ് ക്ഷമ പറയുക. ഇനി സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടും നല്ലത് രോഗം വരാതെ ശ്രദ്ധിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.